അടിപൊളി ഒരു മുട്ട പൊരിച്ചിട്ട് ചോറ് തിന്നുന്നതിനോട് എന്താ അഭിപ്രായം? എന്നാൽ പിന്നെ ഇന്നത്തെ ലഞ്ചിന് ഒരു ഓംലെറ്റ് അങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു. ഒരു മുട്ട എടുത്ത് അങ്ങോട്ട് അടിച്ച് നല്ല ഉപ്പൊക്കെ ഇട്ട് പതപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഫ്രെയിം പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനോട്ട് മുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്. എനിക്കാണെങ്കിൽ ഒരുപാട് അലങ്കാരങ്ങളൊന്നും ഇഷ്ടമല്ല. ഉള്ളി, പച്ചമുളക്. ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിരിക്കണം, എൻ്റെ ഒരു അഭിപ്രായം അതാണ് കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടപ്പോൾ ചട്ടുകത്തിലൊന്ന് ഉടക്കി, എന്നാൽ ഒരുപാട് ഞാൻ വേവിക്കത്തില്ല. ഒന്ന് മറിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലേറ്റിലോട്ട് ഇട്ട് പട്ടിപ്പൊളി ഓംലെറ്റ് റെഡിയായി. പിന്നെ കൂടെ കഴിക്കാൻ മോരും തലേന്നത്തെ മീൻകറിയൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ മുട്ട അങ്ങോട്ട് ഒതുക്കി വെച്ച് ഒരു സ്പൂൺ ചോറും ഇട്ട് നല്ല അടിപൊളി മുളകും ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട തൈര്, പിന്നെ നല്ല അടിപൊളി കട്ടച്ചമ്മന്തി അരച്ചായിരുന്നു കേട്ടോ, നല്ല ഉരുട്ടി അതും കൂടെ സൈഡിലോട്ട് വെച്ച്. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാമല്ലേ. എന്ത് ടേസ്റ്റാണെന്നറിയാമോ. വേറെ എന്തിനാ ഒരുപാട് കറികളിതാ എല്ലാം കൂടെ അങ്ങോട്ട് കുഴയ്ക്കാം. എന്നിട്ട് കുറച്ച് ചമ്മന്തിയും ഒരു പീസ് മുട്ടയും കൂടെ അതിലോട്ട് വെക്കാം. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുവാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാധനമാണിത്. അങ്ങനെ എല്ലാം കൂടെ ഉരുട്ടി വായിലോട്ട് അങ്ങോട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ, എന്ത് ടേസ്റ്റാണെന്നറിയാവോ. എന്തെല്ലാം കറികളുണ്ടെന്ന് പറഞ്ഞാലും ഇതിനെ വെല്ലാൻ ഒരു സാധനങ്ങളും ഉണ്ടാവത്തില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ചധികം പേര് ഇപ്പോൾ ഒരു പരാതി പറയുന്നുണ്ട് കേട്ടോ, ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ട് അവരെയൊക്കെ കൊതിപ്പിക്കുന്നെന്ന്. അറിയാതെയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. എന്ത് ചെയ്യാനായിട്ടല്ലേ പറ്റുള്ളൂ വീഡിയോ. ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒരു പച്ചമുളകും കൂടെ എടുത്ത് അങ്ങോട്ട് കടിച്ച് തിന്നു. നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അയാനെ വീഡിയോ എടുക്കാൻ കിട്ടുന്നേ ഇല്ല കേട്ടോ. പുള്ളി ഭയങ്കര തിരക്കിലാണ്. പിന്നെ ഞാനോർത്ത് ഒറ്റയ്ക്കൊക്കെ വീഡിയോ എടുത്ത് പഠിക്കണമല്ലോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഇനി അടുത്ത ദിവസത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഓക്കെ, ബൈ.